യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി. പാർട്ടി ഗ്രൂപ്പുകൾ സ്വന്തം നിലയ്ക്കും കൂട്ടായും വിവിധ പേരുകൾ മുന്നോട്ട് വെച്ചതോടെ സമവായം എളുപ്പമല്ലെന്ന് വ്യക്തമായി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ സംബന്ധിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണം വേണ്ടെന്ന നേതൃത്വം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക അന്വേഷണത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടതും പരാതികളിൽ മേൽ പോലീസ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചതും ഈ വിഷയത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുലിന് പിന്നിൽ രണ്ടാമതായി എത്തിയ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവേശം. രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും അബിൻ വർക്കിക്കുണ്ട്. എന്നാൽ പ്രസിഡന്റ് രാജിവെച്ചാൽ രണ്ടാമത്തെയാളെ പ്രസിഡന്റ് ആക്കാമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളിൽ പറയുന്നില്ല എന്ന വാദവും ശക്തമാണ്. ഇത് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. സംഘടന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് അടുപ്പമുള്ളവർ ബിനു ചുള്ളിയലിന്റെ പേരാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. ബിനു ചുള്ളിയാകട്ടെ അടുത്തിടെയാണ് ദേശീയ സെക്രട്ടറിയായി നിയമിതനായത്. ഇതിനു പുറമെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ OJ ജനീഷിന്റെ പേരും ഈ വിഭാഗം പരിഗണിക്കുന്നുണ്ട്. A ഗ്രൂപ്പിന്റെ പരിഗണനയിലുള്ള പേരുകൾ JS അഖിൽ, KM അഭിജിത്ത്, ജിൻഷാദ് ജിന്നാസ് എന്നിവരാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പട്ടികയിൽ ഇടം കിട്ടാതെ പോയ അഭിജിത്തിന് A ഗ്രൂപ്പിന്റെ ചർച്ചകളിൽ മുൻതൂക്കമുണ്ട്. നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ജിൻഷാദ് ജിന്നാസ് ഷാഫി പറമ്പിലുമായി അടുപ്പമുള്ളയാളാണ്. ഒരു വനിത യൂത്ത് കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന തീരുമാനമെടുത്താൽ നിലവിലെ വൈസ് പ്രസിഡന്റ് അരിത ബാബുവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ കടന്നുവരാത്ത അഖിൽ, ബിനു, അഭിജിത്ത് തുടങ്ങിയവരെ പ്രസിഡന്റ് ആക്കുന്നതിൽ എതിർപ്പുള്ളവരും യൂത്ത് കോൺഗ്രസിനുള്ളിലുണ്ട്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ കമ്മിറ്റിയിൽ സംസ്ഥാന ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളെ പ്രസിഡന്റ് ആക്കാമെന്നാണ് ഇവരുടെ നിലപാട്. AICC നേതൃത്വം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം നിലയിൽ ചർച്ചകൾ നടത്തി ഒരു പൊതുധാരണയിൽ എത്തുന്നതാണ് KPCC നേതൃത്വത്തിന്റെ താല്പര്യം. അതുവഴി സമവായത്തിലൂടെ ഒരു പേരോ ഒരു പാനലോ KPCCക്ക് മുന്നിൽ സമർപ്പിക്കാനും സാധിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. യുവതികളുമായി നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള കൂടുതൽ ചാറ്റുകളും വീഡിയോ കോൾ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ അന്വേഷണം നടത്തണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതൊരു സംഘടനാപരമായ കാര്യമല്ലാത്തതിനാൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഇത് പാർട്ടിക്കകത്ത് രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കാനും കാരണമായി. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുലിനെ അതിഥിയായി നിശ്ചയിച്ചിരുന്ന വിദേശത്തുൾപ്പെടെയുള്ള പല പരിപാടികളും സംഘാടകർ റദ്ദാക്കി. വിഷയം രാഷ്ട്രീയത്തിനപ്പുറം നിയമപരമായ തലങ്ങളിലേക്ക് കടക്കുകയാണ്. രാഹുലിനെതിരെയുള്ള പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കമ്മീഷൻ DGPക്ക് നോട്ടീസ് നൽകും. ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് കാട്ടി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കൊച്ചി യുവതിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോർ സെബാസ്റ്റ്യൻ നൽകിയ പരാതി എറണാകുളം സെൻട്രൽ പോലീസ് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും. ഈ സംഭവങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് പുറത്തും നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ്. പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ മൗനം പാലിച്ചാലും നിയമപരമായ അന്വേഷണങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കകൾ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ഈ വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമായി. വിവിധ ഗ്രൂപ്പുകൾ സ്വന്തമായി സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെയും വരും തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ സാധ്യതകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം.